ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനും ജിന്നിയും കുറച്ച് നേരം മുറ്റത്ത് ഇങ്ങനെ ഇരുന്നു. അത്യാവശ്യം കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. രാവിലത്തെ ചെറിയൊരു ചാറ്റൽ മഴ കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ജെന്നി ചെറിയ ചെറിയ തുമ്പികളെയും ചെറിയ ചെറിയ പക്ഷികളെയൊക്കെ പേടിപ്പിച്ച് ഓടിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ ബാക്കിയുള്ള പണികളിലേക്ക് കിടന്നു. ആദ്യമേ തന്നെ റോസ്മെരി വാട്ടർ ഇട്ട് മുടിയെല്ലാം ഒന്ന് മസാജ് ചെയ്തിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. കാപ്പൂടി കഴിഞ്ഞതിന് ശേഷമാണ് പാത്രം കഴുകൊക്കെ ചെയ്തത്. കുറച്ച് ദിവസം മുമ്പ് വരെ പണികളെല്ലാം തീർത്ത് ഭക്ഷണം കഴിച്ച് തയ്ക്കാനായിട്ട് കയറുക ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അങ്ങനെ ഇരുന്നിരുന്ന് വയറിനും നല്ല കനം വെച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആദ്യമേ ഭക്ഷണം കഴിക്കും, അതിനുശേഷം അത്യാവശ്യം തീർക്കേണ്ട പണികളെല്ലാം തീർക്കും, അതിനുശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇരിക്കാറുള്ളൂ. അങ്ങനെ അത്യാവശ്യം വീട്ടിലെ ഒതുക്കലും പറക്കലും എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി വന്നപ്പോൾ കുറച്ചധികം റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യമെല്ലാം ഞങ്ങൾ കഴിച്ച് തീർത്തു. ബാക്കി വന്നതെല്ലാം ഇങ്ങനെ വെച്ചിരുന്ന കൂവീച്ച വരുന്ന കാരണം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കഴിച്ചും തീർന്നോളും, ഈ ചെട ശല്യം ഉണ്ടാവത്തില്ല. ഇപ്പം നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് വർക്ക് ഏരിയയിൽ നിന്ന് പാത്രങ്ങളും എല്ലാം നന്നായിട്ട് ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചു കൊടുത്തു. റംബൂട്ടാനെല്ലാം കഴുകി ഇതാണ്ട് ഒരു പാത്രത്തിലാക്കി വെള്ളം എല്ലാം കളഞ്ഞ് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പം കയറി ഇറങ്ങിയിരുന്ന് കഴിച്ചോളും. കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ബോക്സസ്. അതൊന്ന് കഴുകി ഉണക്കിയെടുക്കാൻ പറ്റില്ല, കാരണം ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഓണത്തിന് വേണ്ടി അത്യാവശ്യം കുറച്ച് നല്ല തിരക്കായിട്ട് വർക്ക് കിട്ടിയ കാരണം ടൈം ഒട്ടും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് ലേറ്റ് ആയത്. അങ്ങനെ പാത്രങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി താണ്ട് നല്ല വെയിലുണ്ടായിരുന്ന കാരണം ഉണക്കിയെടുത്തിട്ടുണ്ട്. 1/2 ലിറ്ററിൻ്റെ ബോക്സസാണ് ഞാൻ വാങ്ങിച്ചത്. 8 ബോക്സാണ് ഒരു പാക്കറ്റിലുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബോക്സാണ്. അങ്ങനെ അത്യാവശ്യം വേണ്ട വീട്ടുപണികളെല്ലാം അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കയറട്ടെ കേട്ടോ. സ്റ്റിച്ചിങ് റൂം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ, ആകെപ്പാടെ അലങ്കോലമായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.